പഠനത്തിൽ മിടുക്കിയായ പെൺകുട്ടി, വീട്ടുകാരും കൂട്ടുകാരുമായി നല്ല ബന്ധം. എന്നാൽ ജിം ട്രെയിനറായ ബഷീറുദ്ദീനുമായി പ്രണയം തുടങ്ങിയതോടെ ആയിഷ എല്ലാവരിൽ നിന്നും അല്പം ഉൾവലിഞ്ഞു. പിന്നീട് ബഷീറായിരുന്നു അവളുടെ ലോകം. മംഗളുരുവിൽ ബീഫാമിന് ചേർന്ന ശേഷവും ആൺ സുഹൃത്തിനെ കാണാൻ ആയിഷ നാട്ടിലെത്തും. കഴിഞ്ഞ ദിവസം ഓണാവധിക്കായി മംഗളുരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് തിരിച്ച പെൺകുട്ടി നേരെ പോയത് ബഷീറുദ്ദീനെ കാണാനാണ്. പിന്നീട് എന്താകും അവൾക്ക് സംഭവിച്ചത്? എരഞ്ഞിപ്പാലത്ത് ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കാമുകൻ ബഷീറുദ്ദീനാണ് മരണത്തിന് പിന്നിലെന്നും ഇയാൾ യുവതിയെ മർദ്ദിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. ആയിഷയെ യുവാവ് ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായും ആരോപണമുണ്ട്. വലിയ മനക്കരുത്തുള്ള ആയിഷ വെറും നിസ്സാര പ്രശ്നത്തിന് ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. അത്തോളി സ്വദേശിനി ഐഷ റാഷയെ ആൺസുഹൃത്ത് ബഷീറുദ്ദീൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. യുവതി സ്വയം ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് ഇയാൾ ആശുപത്രിയിൽ അറിയിച്ചത്. ആശുപത്രി അധികൃതർ അറിയിച്ചത് പ്രകാരം പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. എരഞ്ഞിപ്പാലത്തെ ബഷീറുദ്ദീന്റെ വാടക വീട്ടിലായിരുന്നു സംഭവം. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ യുവതി 4 ദിവസം മുമ്പ് കോഴിക്കോട്ടെത്തിയെങ്കിലും വീട്ടിലോട്ട് പോകാതെ ബഷീറുദ്ദീനൊപ്പം കഴിയുകയായിരുന്നു. ഇരുവരും 2 വർഷത്തിലധികമായി അടുപ്പത്തിലുമായിരുന്നു. യുവതിയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബഷീറുദ്ദീൻ യുവതിയെ നിരന്തരം മർദ്ദിക്കുകയും ബ്ലാക്ക്മെയിൽ ചെയ്തതായും ബന്ധുക്കൾ പറയുന്നു. പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം പറഞ്ഞു. ഒരാള് എന്താ പറയുക, മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ മരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, അവളെ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് ഒരുപാട് അവളെ എന്താ പറയുക മർദ്ദിച്ചിട്ടുണ്ട്. അടിക്കുകയും എന്താ പറയുക പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടത്. വളരെ സമയമായിട്ടും എല്ലാവരോടും ഒരേ രീതിയിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനുള്ള ധൈര്യം ഉണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് മെയിലിൻ്റെ ആയിരിക്കണം ഇതിൻ്റെ പരിണത ഫലം. ഇവർ ആദ്യം ലവറായിട്ട് നടിച്ച് പിന്നീട് കുറച്ചു കാലം ഇങ്ങനെ പോയപ്പം ഇവളെന്തെങ്കിലും ഇങ്ങനെ ആവശ്യപ്പെട്ട് ഇവൻ വിളിച്ചു വരുത്തുന്നതാ. എന്തെങ്കിലും പറഞ്ഞ ഭീഷണിപ്പെടുത്തിയിട്ട് വിളിച്ചു വരുത്തിയിട്ടായിരിക്കണം ഈ കുട്ടി വീട്ടുകാരറിയാതെ പോലും ഇവിടെ ഇങ്ങനെ മംഗലാപുരത്ത് പഠിക്കുന്ന ഈ കുട്ടി ഈ കോഴിക്കോട് വന്ന് ഇവൻ്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് ഇവനെ നിൽക്കണമെങ്കിൽ അത്രയും ഭീഷണി ഇവൻ എന്തെങ്കിലും കാണിച്ച് ഫോട്ടോ കാണിച്ചോ എന്തെങ്കിലും മോർഫ് ചെയ്ത ഫോട്ടോ ഇപ്പം സുലഭമാണെന്നല്ലോ, അതൊക്കെ കാണിച്ച് ഈ കുട്ടിക്ക് നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ്. ബഷീറുദ്ദീൻ നടക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ പോകുന്നതിനെ യുവതി എതിർത്തിരുന്നു. എതിർപ്പ് അവഗണിച്ച് പോയ ശേഷം മടങ്ങിയെത്തിയപ്പോൾ ആയിഷയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ഇയാളുടെ മൊഴി. ന്യൂസ് 18 കോഴിക്കോട്.